എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി കബഡി വെച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. പല ആൾക്കാരും ദക്ഷിണ എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. നോക്കുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദക്ഷിണ തന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ കാര്യം ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, നമ്മൾ പലപ്പോഴും സ്നേഹബന്ധത്തിൻ്റെ പേർക്ക് പൈസ കടം കൊടുക്കാറുണ്ടല്ലേ. ചിലവരുടെ പൈസയൊക്കെ കിട്ടാറുണ്ട്, ചിലവർ ഒട്ടുമിക്ക ആൾക്കാരും പൈസ തരത്തില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പൈസ സ്നേഹിക്കുന്നവർക്ക്, അതായത് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാതിരിക്കുക. കാരണം നമ്മൾ എന്താ പറയുക, ഒരു പെട്ടെന്ന് ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് കടം കൊടുക്കലെന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ നമ്മളൊരു ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു പൈസ ആയിരിക്കും, അത് നമ്മുടെ കൂട്ടുകാരനോ ബന്ധുക്കളോ പരിസരവാസികളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ അവരുടെ ശത്രു. കാരണം നമ്മൾ തിരിച്ച് ചോദിക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ 3-4 തവണ നമ്മൾ ചോദിക്കുമ്പോൾ ആ പരിസരത്തുള്ള ആൾക്കാരായിരിക്കാം, ബന്ധുക്കാരായിരിക്കാം, വേണ്ടപ്പെട്ടവരായിരിക്കാം, കൂട്ടുകാരായിരിക്കും, അവർ നമ്മുടെ ശത്രുവാകും. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കുമ്പോഴത്തേക്ക് ആര് ചോദിച്ചാലും 1000 രൂപ കൂടുതൽ കൊടുക്കാതിരിക്കുക. വളരെ അധികം ശ്രദ്ധിക്കുക. ചില ആൾക്കാരുണ്ട്, വലിയ വലിയ പൈസയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഉണ്ടായിട്ടും അവർ മനഃപൂർവ്വം തരാതിരിക്കുക. പിന്നെ നമ്മൾ പല രീതിയിലും ഫോൺ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല. ഇല്ലെങ്കിൽ ഒത്തിരി മാനസിക പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത് അല്ലേ. അപ്പോൾ സ്നേഹബന്ധത്തിൻ്റെ പേർക്ക് പൈസ കൊടുക്കാതിരിക്കുക. ഇനിയും പൈസ നമ്മൾ കൊടുത്തുപോയി അത് അവർ നമ്മളെ മനഃപൂർവ്വം പറ്റിക്കുവാണെങ്കിൽ നമുക്ക് വിശ്വാസപരമായ 1-2 വഴിപാടുകളും കാര്യങ്ങളും നമുക്ക് സ്വയം തന്നെ ചെയ്യാൻ പറ്റും. വലിയ വലിയ എമൗണ്ടുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നിയമപരമായി അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. രണ്ടും കൂടെ വേണമല്ലോ. ഇപ്പോൾ ഒരു ഡോക്ടറുടെ രോഗിയോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ മരുന്ന് കഴിക്കാതെ എന്തായാലും അസുഖം മാറത്തില്ല. അപ്പോൾ രണ്ടും കൂടെ വേണം, വിശ്വാസം വേണം, അതുപോലെ തന്നെ അസുഖം മാറണമെങ്കിൽ മരുന്നും വേണം. അതേപോലെ തന്നെ വലിയ വലിയ പൈസയൊക്കെ ആണെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോവുക. ചെറിയ ചെറിയ പൈസകളില്ലെങ്കിൽ അവർ ഒട്ടും തരുന്നില്ലെങ്കിൽ നമുക്ക് പൂജയിലൂടെ ആ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. വേറെ ഒന്നുമല്ല, ഈ പൈസ തരാത്ത ആൾക്കാർ നമ്മളെ നിരന്തരം പറ്റിക്കുവാണെങ്കിൽ ഒരു 3 ചെറുനാരങ്ങ എടുക്കുക. അപ്പോൾ ഈ 3 ചെറുനാരങ്ങ എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളൊന്ന് വലത്തുനിന്ന് ഒഴിക്കുക. 3 തവണ വലത്തുനിന്ന് ഒഴുകിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ അവരെ സങ്കല്പിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്യണം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അതായത് ഞാൻ അവർക്ക് ഇല്ലെങ്കിൽ ഒരു 10-20,000 രൂപ പൈസ കൊടുത്ത് എനിക്ക് യാതൊരു തടസ്സങ്ങളും കൂടെ ഇല്ലാതെ അവർ ആ പൈസ തരണം എന്ന് പ്രാർത്ഥിച്ച് വേണം നമ്മൾ ഈ നാരങ്ങ കട്ട് ചെയ്യും. ഭഗവാനെ, അവൻ എനിക്ക് പൈസ തന്നില്ല, അവൻ ഇന്ന പോലെ അനുഭവം കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പാടില്ല. അങ്ങനെ അവർക്ക് എന്തെങ്കിലും അനുഭവങ്ങളോ ദോഷങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വീണ്ടും പൈസ കിട്ടാൻ കഴിയും. അതായത് ആ വ്യക്തിക്ക് നമ്മൾ എന്തായാലും പൈസ കൊടുത്ത്, അപ്പോൾ പൈസ യാതൊരു തടസ്സങ്ങളും കൂടാതെ അവർക്ക് നമ്മളോട് പൈസ തരാനുള്ള ബുദ്ധി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാകുന്ന രീതിയിൽ തന്നെ തിരിച്ച് കിട്ടാൻ വേണ്ടി 3 ചെറുനാരങ്ങ എടുത്ത് നമ്മൾ ഒന്ന് ഒഴിയണം. എന്നിട്ട് ഈ പൈസ കൊടുത്ത വ്യക്തിയെ ഒന്ന് സങ്കല്പിക്കണം. എന്നിട്ട് നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് നാരങ്ങ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇത് കത്തിച്ച് വെക്കണം. ഇത് വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. രാവിലെ ചെയ്യുന്നവർക്ക് രാവിലെ ചെയ്യാം. പക്ഷേ വീടിൻ്റെ അടുത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം കത്തിക്കാൻ. ദുർഗാക്ഷേത്രത്തിലും നാരങ്ങ വിളക്ക് കത്തിക്കുക. അപ്പോൾ ഈ ചെറുനാരങ്ങ കത്തിക്കുന്നിടത്ത് കടം കൊടുത്ത പൈസ ഏകദേശം ഒരു 90 ദിവസത്തിനകം കിട്ടും. അപ്പം നമ്മൾ ഇത് എത്ര ആഴ്ച ചെയ്യേണ്ട? 7 ആഴ്ച ചെയ്യുക. ഒന്നെങ്കിൽ ചൊവ്വ വെള്ളി വെച്ച് കറക്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ 7 ഞായറാഴ്ചയായിട്ട് ചെയ്യാം. അതപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു 5 തവണ നമ്മളിത് ചെയ്തിട്ട് ആ വ്യക്തിയോട് നമ്മളോടൊന്ന് ചോദിക്കണം. അതായത് നമ്മൾ 5 തവണ 3 ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് 5 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വയ്യെ ഒന്ന് ഫോൺ വിളിക്കണം. ഫോൺ വിളിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നല്ലത് ഡയറക്റ്റ് ഒന്ന് കണ്ട് സംസാരിക്കുക. അപ്പം അവിടെ നമ്മളൊരു ബുദ്ധി ഉപയോഗിക്കണം. നമ്മൾ പൈസയുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ വിളിക്കുക എന്ന് പറയുകയോ ചെയ്യരുത്. അവരുടെ വിശേഷ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ആദ്യം ഒന്ന് ചോദിക്കുക. അവനെ നല്ല പോലെ ഒന്ന് സോപ്പിട്ട് നമ്മൾ വശത്താക്കിയതിന് ശേഷം പൈസയുടെ കാര്യം എന്തായി, ഞാൻ കുറച്ച് ലോൺ വെച്ചിട്ടുണ്ട് CDS അല്ലെങ്കിൽ അയൽക്കൂട്ടത്തിൽ, അപ്പോൾ അതിന് കുറച്ച് പൈസ എനിക്ക് വേണം. അപ്പം ആ ഒരു ലോൺ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്കും കൂടെ ഞാൻ കുറച്ച് പൈസ തരാം, അപ്പം എനിക്ക് തരാനുള്ള പൈസയും കൂടെ ഒന്ന് തരിക എന്ന് നമ്മുടെ രീതിക്ക് നമ്മളും കൂടെ ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് പറയുക. പക്ഷേ ആ പൈസ കിട്ടിയിട്ട് വീണ്ടും നിങ്ങൾ കൊടുക്കാൻ നിൽക്കില്ല കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് അങ്ങനെ ഒരു വാക്ക് പറയുക. അപ്പോൾ കടം കൊടുത്തിട്ട് ഇങ്ങനെ പറ്റിച്ച് നടക്കുന്ന
ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ചെറുനാരങ്ങ കട്ട് ചെയ്ത് 3 ചെറുനാരങ്ങ എടുക്കുക, 3 മുറിക്കുമ്പോൾ 6 ആകും, ഇലയിൽ വെക്കുക. ഇതിങ്ങനെ ഒരു 7 ആഴ്ച ചെയ്യുക. തീർച്ചയായിട്ടും അതായത് 90 ദിവസം നിങ്ങൾ അവർ പൈസ കൊണ്ടുവരും. അവർക്കും അവിടെ ചെറിയ ചെറിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ആലോചിക്കുമോ പൈസ കൊടുക്കാനുണ്ട്, അവരുടെ പ്രാക്കായിരിക്കാം, അതങ്ങ് കൊടുത്തേക്കാന്ന് അവരുടെ മനസ്സിലൊരു ഇതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന, വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുക. അപ്പോൾ എത്ര വലിയ ആൾക്കാരും പൈസ തരാതിരിക്കുവാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും പൈസ കൂടുതൽ ജ്യോതിഷപരമായി അറിയുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിക്കുക.